ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഫ്രഷേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ യു ഹാവ് മോർ ചാൻസസ് ഓഫ് ക്ലിയറിംഗ് എൻ ഇന്റർവ്യൂ, അല്ലെങ്കിൽ യു ഹാവ് മോർ ചാൻസസ് ദാറ്റ് എംപ്ലോയേഴ്സ് ഹയർ യു. എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമയിലാണെങ്കിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ, യു ആർ നോട്ട് ആക്ച്വലി ഫോക്കസിങ് ഓൺ എനി പർട്ടിക്കുലർ ജോബ് ഏരിയ. അപ്പോൾ ദിസ് ഇസ് വൺ ട്രെയിനിങ് വേർ വി ഹാവ് ട്രൈഡ് ടു ഗിവ് യു എ സ്പെഷ്യലൈസേഷൻ ഇൻ MEP domain. So there are more chances that we clear interviews. Employers will be looking for engineers like you, like mechanical, electrical, plumbing, design. നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവട്ടെ. MEP-യിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് എല്ലാം നല്ല ഫീൽഡാണ്. ഓക്കെ. പ്ലേസ്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ്? ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു, സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു കഴിയുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട് നമുക്ക് പ്ലേസ്മെന്റ്സിലേക്ക്. അതിന്റെ ലിങ്ക് നമ്മൾ തരും. പേര് മാളവിക. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളൊരു 11 പേര് ജോയിൻ ചെയ്തത്. 2 പേര് ഓട്ടോമേഷനും നമ്മൾ 9 പേര് MEP-യും. അപ്പോൾ നമ്മളെ കോഴ്സ് ഇന്ന് അവസാനിച്ചു. അപ്പോൾ ഈ 4 മാസം കൊണ്ട് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ട്രെയിനിങ്ങും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. MEP-ന്റെ ഭാഗമായിട്ടുള്ള ടീച്ചേഴ്സ് ആയാലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു, നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ നമ്മൾ എപ്പം ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു. ആര്യ. ഞാൻ പഠിച്ചത് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അപ്പം നമ്മൾ ഒരു 10 ആൾക്കാർ ഒരുമിച്ച് ഇവിടെ സ്മെക്ലാക്സിൽ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്തതാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ എക്സ്പെക്ടേഷൻ അനുസരിച്ച് തന്നെയായിരുന്നു ഇവിടുത്തെ കോഴ്സ്. ടീച്ചേഴ്സ് ആയാലും കോഴ്സിൻ്റെ ഇതൊക്കെ ആയാലും ലൈക്ക് ലാബ് ആയാലും അവർ ഏത് ടൈം വേണമെങ്കിലും അവർ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര റെഡി ആയിരുന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ടീച്ചേഴ്സൊക്കെ. അപ്പം ഇതെൻ്റെ ഫ്യൂച്ചറിലേക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഇനി നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത് ഇന്റർവ്യൂയിലേക്കാണ്. സോ ഇന്റർവ്യൂയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരു കമ്പനിയിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് നോളജ് ആണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് നമ്മളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡീപ് നോളജ് വേണം. എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവുന്നതാണ് ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് കരിയറിലോട്ട് എടുക്കുമ്പോൾ ഏത് ട്രെയിനിങ് ഡിവിഷൻ നമ്മൾ എടുക്കണം, അതിൽ നിന്ന് നമുക്ക് കൊടുക്കുന്ന ഓരോ മിനിറ്റും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ മണിക്കും നമുക്ക് ഇങ്ങോട്ട് എങ്ങനെയായിരിക്കും അതിന്റെ പ്ലേസ്മെന്റ്സ് ആണെങ്കിലും ജോബ് സ്കിൽസ് ആണെങ്കിലും ഭാഗത്തുനിന്നുള്ള ഒരു എഫേർട്ടാണ്, ഒരു ജോബിലേക്ക് എത്താനുള്ള എഫേർട്ടാണ് പ്രധാനമായിട്ടും. തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസും അതേപോലെ തന്നെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എഫോർട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പറ്റാവുന്നതിന് മാക്സിമം ഞാൻ തന്നു എന്നാണ് വിചാരിക്കുന്നത്. നമ്മളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മളെ കോൺടാക്ട് ചെയ്യാം.